പാരീസ് ഒളിമ്പിക്സ് 12ാം ദിവസത്തിലേക്ക് കടക്കവേ ഇന്ത്യക്ക് മുന്നിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. വനിതകളുടെ 50 കിലോഗ്രാം ഗുസ്തിയുടെ ഫൈനലിലേക്കാണ് ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രാത്രി 12:30-ക്കാണ് ഫൈനൽ നടക്കുന്നത്. വിനേഷ് ഫോഗാട്ടിൻ്റെ എതിരാളി അമേരിക്കയുടെ ആൻ സറാഹാട്ട് ഹിൽഡിബ്രൻഡാണ്. പ്രീ ക്വാർട്ടർ മുതൽ ഇങ്ങോട്ട് അനായാസ ജയത്തോടുകൂടിയാണ് വിനേഷ് ഫോഗാട്ട് ഫൈനൽ ടിക്കറ്റ് എടുത്തത്. വെള്ളി ഉറപ്പിച്ച വിനേഷ് വനിതകളുടെ ഗുസ്തിയിൽ ഒളിമ്പിക്സ് ഫൈനലിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി. ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിക്കൊടുക്കാൻ വിനേഷിന് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. രാവിലെ 11 മണിക്ക് നടക്കുന്ന മാരത്തോൺ മത്സരം മിക്സർ ഫൈനലിൽ സൂരജ് പൻവാർ, പ്രിയങ്ക ഗോസ്വാമി എന്നിവർ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. ഗോൾഫിൽ ഇന്ത്യ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന അതിഥി അശോകിൻ്റെ മത്സരം ഉച്ചയ്ക്ക് 12:30-ക്കുമാണ്. ദിശ ദഗാറും ഈ മത്സരത്തിൽ റൗണ്ട് 1-ൽ മത്സരിക്കും. ടേബിൾ ടെന്നീസിൽ ഇന്ത്യയുടെ വനിതാ ടീമിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്നാണ്. ശ്രീജ അക്കുല, മനിക ബത്ര, അർച്ചന ഗിരീഷ് കമത്ത് ടീം ജർമ്മൻ ടീമിനെയാണ് നേരിടുന്നത്. ഇന്ത്യക്ക് 4ാമത്തെ മെഡലാണ് വിനേഷ് ഫോഗാട്ട് ഉറപ്പിച്ചിരിക്കുന്നത്. വനിതകളുടെ 50 കിലോഗ്രാം ഗുസ്തിയിൽ ചരിത്ര നേട്ടം തന്നെ സ്വന്തമാക്കിയെന്ന് പറയാം. ഗംഭീര പ്രകടനത്തോടു കൂടിയാണ് വിനേഷ് സെമിയിൽ പ്രവേശിച്ചത്. യുക്രൈൻ്റെ ഒക്സാന ലിവാച്ചിനെ 7-5 തോൽപ്പിച്ചാണ് വിനേഷിൻ്റെ സെമി പ്രവേശനം. തുടക്കം മുതൽ ലീഡെടുത്ത് വിനേഷിനെതിരെ ലാവിച്ച് തിരിച്ചുവരവ് ശ്രമം നടത്തിയെങ്കിലും 7-5 ജയത്തോടെ വിനേഷ് സെമിയിലേക്ക് എത്തുകയായിരുന്നു. സെമിയിലെ ഉജ്ജ്വല ഫോം ഫൈനലിലും തുറന്നാൽ താരം മെഡൽ ഉറപ്പിക്കും. നേരത്തെ പ്രീ ക്വാർട്ടറിൽ 1ാം ലോക നമ്പർ താരം യുയു സുസാക്കിയെ 3-2 തോൽപ്പിച്ചാണ് വിനേഷ് ഫോഗാട്ട് ക്വാർട്ടർ ടിക്കറ്റ് എടുത്തത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകാൻ വിനേഷിനായി. പിന്നീട് ക്വാർട്ടറിലെ മികവ് തുടർന്ന് താരം ഫൈനലിലേക്ക് പ്രവേശനം നേടുകയായിരുന്നു. അതേസമയം പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ പ്രതീക്ഷ സജീവമാക്കി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യ ത്രോയിൽ 89.34 ദൂരം കണ്ടെത്തിയാണ് നീരജ് ഫൈനൽ യോഗ്യത നേടിയത്. നിലവിലെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവാണ് നീരജ് ചോപ്ര. ഫൈനലിലും ഇതേ മികവ് ആവർത്തിച്ചാൽ ചരിത്ര നേട്ടം തന്നെ നീരജിന് സ്വന്തമാക്കാൻ സാധിക്കും.